ഹലോ ഡിയേഴ്സ്, ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു പ്രഭാതമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുത്തെ ചെടികളെല്ലാം കുറിച്ച് ഒരു വീഡിയോ ഇടാമെന്ന്. നല്ല ഭംഗിയുള്ള ചെടികളാട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കുഞ്ഞു പൈനാപ്പിളിൻ്റെ ഒരു ചെടിയുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഇത് ഒരു പാടുകൾ ഒന്നും പറ്റാതെ സൂക്ഷിച്ച് നല്ല വൃത്തിയോടെ കൊണ്ട് നടക്കുന്നത് എൻ്റെ ഉപ്പപ്പയാണ് കേട്ടോ. ഉപ്പപ്പ പണ്ട് നമ്മുടെ തേക്ക് മ്യൂസിയം അല്ലേ, അവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ 2-3 വർഷമായി റിട്ടയർഡ് ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഉപ്പപ്പാക്ക് ചെടികളോടൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. ഞാനും അങ്ങനെ ചെടികളോടൊക്കെ ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ചേമ്പ്, നമ്മുടെ കരിവേപ്പില, കാന്താരി മുളക്, പിന്നെ കണ്ടില്ലേ ഇത് ക്യാരറ്റ് മുളക് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ചുളുങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ കറിക്കൊക്കെ ഒന്നും മതിയാകും, നല്ല എരിവാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആദ്യം നമ്മുടെ ബ്രിഞ്ചാൾ, തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ തോന്നുന്നു ഈ മുളകിൻ്റെ ഒരു മാസമാണെന്ന് തോന്നുന്നു, ഈ മുളകിൻ്റെ സമയം അല്ലേ, കായ്ക്കുന്ന സമയം. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു അക്വേറിയം, അവിടെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഒരു ചാമ്പക്കന്മാരുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞു പൂക്കളും കായകളൊക്കെ കായ്ച്ച് വരുന്നുണ്ട്. ഇതിന് മുമ്പ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും കായ്ക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, പല പല തരത്തിലുള്ള പേര് പോലും ശരിക്കും അറിയാത്ത ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. നമ്മുടെ കോവയ്ക്കും ഇത് കണ്ടില്ലേ, ഇതെന്താണെന്ന് മനസ്സിലായി, നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു പൂച്ചയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആൾ. പിന്നെ കുറേ താറാവും ഒക്കെ ഉണ്ട് ഇവിടെ, കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഇവരൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.